ആപ്കി അദാലത്തിൽ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ കുറ്റാരോപണമാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയും അദ്ദേഹത്തിന്റെ സർക്കാരും പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ്. ഈ കുറ്റാരോപണം ശരിയല്ല. ജുഡീഷ്യൽ അന്വേഷണം കഴിയട്ടെ, നോ പ്രോബ്ലം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം, പിന്നെ ആദർശം, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ സീതാറാം യെച്ചൂരി എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ സർക്കാർ വിദേശ മൂലധനം, വിദേശ മുതലാളിമാരുടെ നിഴലിലാണ് താങ്കൾ ജീവിക്കുന്നതെന്ന്. അതായത് ഇത് സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്താണ്. ഈ കാര്യം ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ബംഗാളിലാണ് അവരുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും വിദേശ നിക്ഷേപം നടത്തുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ താങ്കൾ ആരെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അത് വിദേശത്തുള്ള മുതലാളിമാർ പറയുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാലും ഞാൻ ചെയ്യൂല. പക്ഷേ ഇത് എന്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. പിന്നെ ഇതിന്റെ ജുഡീഷ്യൽ അന്വേഷണം നമ്മുടെ സംസ്ഥാനത്ത് തീർച്ചയായും നടക്കും. ലോ ആൻഡ് ഓർഡർ കറക്റ്റാണ്. നിയമത്തെ ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. നിയമപരമായിട്ടുള്ള ശിക്ഷ കുറ്റവാളികൾക്ക് കിട്ടും. ഏത് എൻക്വയറി ആണോ താങ്കൾ സ്റ്റാർട്ട് ചെയ്തത് അത് താങ്കളുടെ അധികാരികൾക്ക് മാത്രമാണോ, അതായത് ഹയർ ഓഫീസേഴ്സിന് മാത്രമാണോ? അതിൽ 64 പേർ ഹോണ്ടയുടെ വർക്കേഴ്സ്, അവരുടെ പേരിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് സർ. പക്ഷെ അവർക്കെതിരെ ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാ വേണ്ടത്? ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് താങ്കൾ ഇപ്പോൾ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു, അതായത് ന്യൂസ് പേപ്പറിൽ ഞങ്ങൾ അത് വായിച്ചിരുന്നു. ആരൊക്കെയാണോ ഹയർ ഓഫീസേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, അധികാരത്തിലുള്ളവരെയൊക്കെ താങ്കൾ സസ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അവരിപ്പോഴും വലിയ വലിയ പദവികളിൽ തുടരുകയാണ്. ഇത് താങ്കൾ അവർക്ക് കൊടുത്തൊരു നല്ല ക്രെഡിറ്റ് ആണോ? ഇല്ല, നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയത്. ഇത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. അവിടെ ഗുഡ്ഗാവിൽ ഡെപ്യൂട്ടി കമ്മീഷണറും ഇല്ല, SP-യും ഇല്ല. ഗുഡ്ഗാവിൽ ഇല്ലാതിരിക്കാം, പക്ഷേ അവർ എവിടെയാണോ ഉള്ളത് ഇപ്പോഴും അവർ സർക്കാർ ഉദ്യോഗത്തിൽ തന്നെയല്ലേ ഉള്ളത്. അവർക്ക് ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാമല്ലോ. ജുഡീഷ്യൽ എൻക്വയറിയിൽ ആരുടെ സ്വാധീനവും വിലപ്പോവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ജുഡീഷ്യൽ എൻക്വയറി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവുണ്ട്, അദ്ദേഹവും ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. മറ്റു പലരും ചോദിച്ചിരുന്നു, ഞാനും ചോദിച്ചിരുന്നു. ഇതൊരു ന്യായമായ തീരുമാനമാണ്. കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഇതിനേക്കാളും വലിയൊരു ആയുധം സർക്കാരിന്റെ ഭാഗത്ത് വേറെയില്ല. പക്ഷേ ഹൂഡ സാർ, അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? താങ്കൾ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒപ്പം വർക്കേഴ്സിന്റെ മേൽ പോലീസ് കേസും ഇടുന്നു. അല്ല, ഞാൻ വർക്കേഴ്സിന് വേണ്ടി ഹോണ്ടയോട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതായത് ആ സമയത്ത് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, നിക്കൂ, ഞാൻ അതിനെക്കുറിച്ചുള്ള പോലീസ് കേസ് ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറയുക. അല്ല, പോലീസ് കേസ് ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങളൊരു തീരുമാനം എടുത്തു. പിന്നെ ആ വക്കീൽ ഒരു അറിയിപ്പും നൽകി, അതായത് അവരിൽ ഞങ്ങൾക്കെതിരായി ആരുമില്ലെന്ന്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി തീരുമാനമെടുത്തു ആ കേസ് വിഡ്രോ ചെയ്യാമെന്ന്. അത് വർക്കേഴ്സിന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു. താങ്കൾ പബ്ലിക്കിന് ഈ ഉറപ്പ് നൽകുകയാണോ, അതായത് ഈ 64 വർക്കേഴ്സിന്റെ മേലുള്ള കേസുകളും താങ്കൾ വിഡ്രോ ചെയ്യുമെന്നുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അവരെ ജാമ്യത്തിലെടുത്തു. അല്ല, ജാമ്യമല്ല, അവരുടെ മേലുള്ള കേസുകളെല്ലാം വിഡ്രോ ചെയ്യുമെന്നുള്ളത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ കോടതിയാണ് തീരുമാനിക്കുന്നത് എന്താണെന്ന്. അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പാടില്ല. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, അവരുടെ മനസ്സിൽ എന്താ ചോദ്യം ഉള്ളതെന്ന് ചോദിക്കൂ. ഞാൻ ഗൺപത് ദൽവർ സിംഗ്, പിന്നെ ഞാനൊരു വക്കീലും കൂടിയാണ്. ശരി, പറയൂ. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം 64 വർക്കേഴ്സിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ട്രാൻസ്ഫറാണ് ചെയ്തിരിക്കുന്നത്. അവരെ ജുഡീഷ്യറി എൻക്വയറിയിലൂടെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ വർക്കേഴ്സ് ആരൊക്കെയാണോ കൊടും ക്രൂരതകൾ നേരിട്ടിട്ടുള്ളത് അവരെയൊക്കെ നിങ്ങൾ മർദ്ദിച്ചു. അവർക്കെതിരെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ കേസും ചാർജ് ചെയ്തു. അപ്പോ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് ചാർജ് ചെയ്യണമായിരുന്നു, അതല്ലെങ്കിൽ വർക്കേഴ്സിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിന് രണ്ടിനൊരു വ്യക്തമായ മറുപടി എനിക്ക് താങ്കളിൽ നിന്ന് കേൾക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, വർക്കേഴ്സിന് എതിരായി അവർ കൊടുത്തിരിക്കുന്ന കേസ് അത് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ഉത്തരവിടുന്നതിന് മുമ്പ് കൊടുത്തതാണ്. അത് മുമ്പ് നടന്നതാണ്. ഞാൻ ജുഡീഷ്യൽ എൻക്വയറി ഉത്തരവിട്ടതിന് ശേഷം അത് ജുഡീഷ്യൽ എൻക്വയറിയാണ് തീരുമാനിക്കുക. അത് അവർക്ക് എതിരായി വന്നു. അതാണ് ഹൂഡ സാർ, എങ്ങനെ വർക്കേഴ്സിന്റെ മേൽ ജുഡീഷ്യൽ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കേസിടാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ മേലും നമുക്ക് കേസിടാൻ സാധിക്കുമായിരുന്നല്ലോ. ഞാൻ സംഭവ സ്ഥലത്ത് ചെന്ന ഉടനെ തന്നെ ജുഡീഷ്യൽ എൻക്വയറി അനൗൺസ് ചെയ്തു. അതിനു മുമ്പേ തന്നെ ഇവരുടെ പേരിൽ കേസെടുത്തിരുന്നു. പിന്നെ അവരെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് സർക്കാരിന്റെ കടമയാണെന്ന് പറഞ്ഞ് അവർക്കെല്ലാം ഞാൻ ജാമ്യം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് അവരോടെല്ലാം സംസാരിച്ചു. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല.
ഇപ്പൊ ഒരു കാര്യം തീരുമാനമായത് അവരെല്ലാരും കൂടി തീരുമാനിച്ചതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല ചെയ്തത്. അവരിരുവരും നേരിട്ടിരുന്ന് സംസാരിച്ച് തീരുമാനിച്ചതാണ്. ഞാൻ ഗുഡ്ഗാവിൽ നിന്നാണ്. ഗുഡ്ഗാവ് ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ അറിവിൽ 2 ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതായത് അപ്പോൾ അവർക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യണമായിരുന്നു. കുറഞ്ഞത് അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ബഹുമാന്യനായ മുഖ്യമന്ത്രി സാർ. ആ കുറ്റക്കാരായ 2 ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ഷെൽട്ടർ കൊടുക്കുകയാണ്. പാവപ്പെട്ട വർക്കേഴ്സിന് നിങ്ങൾ ഒരു നീതിയും നടപ്പാക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ജുഡീഷ്യൽ എൻക്വയറി നടന്നപ്പോൾ 2 ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. ഞാനും ആ സമയത്ത് പറഞ്ഞു, അതായത് ജുഡീഷ്യൽ എൻക്വയറിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ ഇവര് ഗുഡ്ഗാവ് ജില്ലയിൽ തന്നെ ഉണ്ടാവില്ലെന്ന്. പിന്നീട് ഞാൻ അവരെ അവിടുന്ന് സ്ഥലം മാറ്റി. അതായത് ഒരാളുടെ പേരിൽ കൊലപാതക കുറ്റം ഉള്ള സാഹചര്യത്തിൽ ആ വിഷയത്തെക്കുറിച്ച് കോടതിക്കല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നുണ്ട്, അവര് കുറ്റവാളിയെ തീരുമാനിക്കും. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും ശരി. ഞാനാണെങ്കിലും അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും. ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര ജുഡീഷ്യൽ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അല്ലാതെ മറ്റാരെയെങ്കിലും നമ്മൾ ശിക്ഷിക്കുന്നതോ മാറ്റി നിർത്തുന്നതോ എന്റെ അധികാരത്തെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നത് പോലെയാണ്. നിയമത്തെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതായത് ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. ഹൈക്കോടതി ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നുണ്ട്. എല്ലാവർക്കും അതിൽ നീതി കിട്ടണം, വക്കീലിനും നീതി കിട്ടണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുഴുവൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ. വക്കീൽ സാർ ഒരു ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടണമല്ലോ. അഫിഡവിറ്റ് കൊടുത്ത് അവർക്കെതിരെ സ്റ്റേറ്റ്മെന്റും കൊടുക്കാമല്ലോ. അത് ജുഡീഷ്യൽ എൻക്വയറിയിൽ അതവർ സ്വീകരിക്കും. അതല്ലേ പറഞ്ഞത്. ഇതിലിപ്പോ എന്താണ് പ്രശ്നം? കൂടാ സാർ, താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ യഥാർത്ഥ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, ആരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ്.